ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ്. പോലീസ് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരിക്കുകയാണ് പ്രതാപചന്ദ്രൻ നിരവധി ആളുകളെ കസ്റ്റഡിയിൽ എടുത്തും അല്ലാതെയും ഒക്കെ മർദ്ദിച്ചത്. ഇന്നലെ ഇതിൽ വീട്ടമ്മ ഗർഭിണിയായ യുവതി അവരുടെ ദുരനുഭവം അതിന്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെയാണ് നിരവധി പരാതികൾ പുറത്തു വന്നത് പ്രതാപചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ. അതിൽ പ്രതിഷേധിച്ച് ഇപ്പോഴിത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയിരിക്കുകയാണ്. പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന എന്താണ്? അവരോട് പോലീസുമായി സംസാരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുണ്ടോ അവിടെ? എന്താണ് സാഹചര്യം? വിജയകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഉള്ളിലേക്ക് പ്രവർത്തകർ ആദ്യം കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ പോലീസ് തടയുകയായിരുന്നു. സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവർത്തകർ കയറി. ഇതിനിടയിലാണ് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്റ്റേഷന് പുറത്ത് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. CI പ്രതാപചന്ദ്രനെ സർവീസിൽ നിന്ന് സേനയിൽ നിന്ന് പിരിച്ചുവിടണം എന്നൊരാവശ്യപ്പെട്ടാണ് ഇന്ന് യൂത്ത് പ്രതിഷേധം ഇവിടെ ആഹ്വാനം ചെയ്തത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഉയർത്തി ഇപ്പോൾ സ്റ്റേഷന് പുറത്ത് കുത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അല്പം അത് സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 2024 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. നോർത്ത് പോലീസ് സ്റ്റേഷൻ ചെയ്യുന്ന പ്രതാപചന്ദ്രനെ ആയിരുന്നു ഇത്തരത്തിൽ ഗർഭിണിയായ യുവതിയെ മുഖത്തടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് വിവിധ കോണിൽ നിന്ന് ഉയർന്നത്. ഇതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ആഹ്വാനം ചെയ്തത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ദൃശ്യം തന്നെ കാണാം. പോലീസുമായി ഇപ്പോൾ അവർ സംസാരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഒരു അല്പം സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് അകത്ത് കയറാൻ ഒരു ശ്രമം അവരുടെ ഭാഗത്തും ഉണ്ടായി. ഇതിനിടയിലാണ് കോമ്പൗണ്ടിലെത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ആക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.